നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26. അങ്ങനെ ഇന്നത്തോടുകൂടി നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറിയും കഴിഞ്ഞു. എങ്കിലും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലെ നേട്ടത്തിനു ശേഷം ഇന്ന് കൺസോളിഡേഷൻ നടന്നെങ്കിലും നിഫ്റ്റിക്ക് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നിഫ്റ്റിയിൽ ഇന്ന് ലഭ്യമായെങ്കിലും ഈ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. എങ്കിലും 23,900 എന്ന ലെവലിന് തൊട്ട് താഴെയായിട്ട് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 118 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 479 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 200 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1402 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1571 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോളോ ഹോസ്പിറ്റൽസ്, ഭാരതി എയർടെൽ, TCS, വിപ്രോ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ട് വന്നപ്പോൾ അദാനി എന്റർപ്രൈസസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ടെക് മഹേന്ദ്ര, നെസ്ലെ, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ മറികടന്നുകൊണ്ടുള്ള നേട്ടം ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന് കൈവരിക്കുവാനായി തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.5%, സ്മോൾ ക്യാപ്പിന് 0.35% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, മെറ്റൽ തുടങ്ങിയ മേഖലകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടത്തിനു ശേഷം ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ 45 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 95.68 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തി. മാർക്കറ്റിന്റെ വളർച്ചയ്ക്ക് ധനസഹായം നൽകുന്നതിന് ഇന്ത്യക്ക് ശക്തമായ ബോണ്ട് മാർക്കറ്റ് ആവശ്യമാണെന്ന് NSEയുടെ CEO ആയ ശ്രീ ആശിഷ് ചൗഹാൻ അഭിപ്രായപ്പെട്ടു. ഇനി നമുക്ക് സെൻസെക്സിന് ഇന്നത്തെ ഡേ ഹൈയിൽ നിന്നും 700 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും നിഫ്റ്റിക്ക് 24,000 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് നിഫ്റ്റിക്ക് ഇന്ന് 0.5% നഷ്ടം നേരിടുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു, തുടർച്ചയായിട്ട് 11 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം അഥവാ ഈ മാസം 8-ാം തീയതിക്ക് ശേഷമായിരുന്നു നിഫ്റ്റിക്ക് വീണ്ടും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തിരിച്ചു പിടിക്കുവാനുമായത്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗും വളരെ പ്രകടമായിരുന്നു. എസ്പെഷ്യലി ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു, വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ യുഎസിന്റെ ഭാഗത്ത് നിന്നും സെൽഫ് ഡിഫൻസ് ആയിട്ട് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഹോർമൂസ് കടലിടുക്ക് തീരത്തുള്ള ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് മുകളിലും IRGCയുടെ ബോട്ടുകൾക്ക് നേരെയും ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഇതിനെ തുടർന്ന് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പീസ് ഡീലിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ചെയ്തു. മാത്രമല്ല ഇതിനെ തുടർന്ന് വീണ്ടും ഇന്ന് രാവിലത്തോടുകൂടി ഇന്ത്യയിലുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ മാർക്ക് റൂബിയോ ഇറാനുമായിട്ടുള്ള ഡീലിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ച് ദിനങ്ങൾ കൂടി എടുത്തേക്കാമെന്നുള്ള പ്രസ്താവന നടത്തിയതും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള സമാധാന നടപടികളുടെ മുകളിൽ വീണ്ടും ആശങ്കകൾ വർദ്ധിപ്പിക്കുവാനും ഇടയാക്കി. ഏതാനും ദിവസങ്ങളായിട്ട് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പീസ് ഡീൽ നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയെ തുടർന്നായിരുന്നു ഇന്നലെ മാർക്കറ്റിന് ശക്തമായ ഒരു നേട്ടം കൈവരിക്കുവാനുമായത്. മാത്രമല്ല ഇതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിലും ശക്തമായ ഇടിവും അനുഭവപ്പെട്ടെങ്കിലും ഇന്ന് വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം വീണ്ടും നേരിയ തോതിൽ ഉടലെടുത്തതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ 3 ദിവസത്തെ ലോങ് വീക്കെൻഡിന് ശേഷം ഇന്ന് വ്യാപാരം പുനരാരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നേട്ടത്തിന് ശേഷം വീണ്ടും ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതും ഇതിനെല്ലാം പുറമെ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ
ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ ട്രേഡേഴ്സ് പൊസിഷൻസ് ഒക്കെ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനാലും റോൾ ഓവർ ചെയ്യുന്നതിനാലും അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും കൂടാതെ ടെക്നിക്കൽ ലെവലായ 24,100 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് മറികടക്കുവാൻ സാധിച്ചതുമില്ല. ആയതിനാൽ തന്നെ ഇന്ന് ടെക്നിക്കൽ ഫാക്ടേഴ്സും മാർക്കറ്റിനെ തുണച്ചില്ല. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കൺസോൾട്ടേഷൻ ആണെങ്കിലും നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഇടയാക്കിയതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ ഉണ്ടായിരുന്ന നേട്ടത്തിന്റെ 1/3 ചോർന്നു പോയിക്കൊണ്ട് ആകെ 214 പോയിന്റുകളുടെ നേട്ടം മാത്രമേ നിലവിൽ പ്രതിഫലിക്കുന്നുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 1%-അടുത്തും ജർമ്മൻ മാർക്കറ്റ് 0.25%-ന്റെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ കൊറിയൻ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ബാക്കി എല്ലാ ലീഡിംഗ് ആയ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ത്യ ഉൾപ്പെടെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ എണ്ണയുടെ വിലയിൽ നേരിയ തോതിലാണെങ്കിലും ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ശക്തമായ ഇടിവാണ് അനുഭവപ്പെട്ടതും. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 4.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.25%-ലേറെയും. ബ്രന്റ് ക്രൂഡിന്റെ വില $98.79 ക്രൂഡ് ഓയിലിന്റെ വില $92.37 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിലും 0.25%-ലേറെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,531.72 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം തീരുമാനങ്ങളാവുകയും ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പക്ഷേ മാർക്കറ്റിനെ വീണ്ടും പിന്നോട്ട് വലിച്ചേക്കാം. അതിനുള്ള സാധ്യതകൾ ഒരുപക്ഷെ കുറവായതുകൊണ്ടായിരിക്കാം ഇന്ന് വീണ്ടും എണ്ണയുടെ വിലയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. കൂടാതെ ഇന്ത്യ വിക്സിന് ഇന്നും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും 3%-ലേറെ ഇടിവോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായതും. മാത്രമല്ല ഇന്നലെ ഇന്നുമായിട്ട് ഇന്ത്യ വിക്സ് 10%-ഓളം ഇടിവും രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി ഗ്രീൻ ഗുജറാത്തിലെ ഗാവ്ഡയിൽ 3.37 ഗിഗാവാട്ട് പെർ അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്പനി ഇന്ന് കമ്മീഷൻ ചെയ്തു. ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ സ്റ്റോറേജ് യൂണിറ്റാണിത്. കെൽട്ടൺ ടെക് UAE ആസ്ഥാനമായിട്ടുള്ള ഒരു എന്റർപ്രൈസസ് ഗ്രൂപ്പിന് ഒരു ഏകീകൃത ഡിജിറ്റൽ ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം പ്രൊജക്ടിനായിട്ട് കമ്പനിയെ തിരഞ്ഞെടുത്തതായിട്ട് കമ്പനി അറിയിച്ചു. വൺ മൊബിഗിക് സിസ്റ്റംസ് പേയ്മെന്റ് അഗ്രിഗേറ്റർ ഫിസിക്കൽ ലൈസൻസിനുള്ള RBIയുടെ തത്വത്തിലുള്ള അംഗീകാരം കമ്പനിക്ക് ലഭിച്ചു. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ക്വാർട്ടർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റിൽ 44%-ന്റെയും റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 19.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ലാർസൻ ആൻഡ് ടർബോ കമ്പനിയുടെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള സബ്സിഡറിയായ L&T ജിയോസ്ട്രക്ചർ യൂണിറ്റിന് 1,000 കോടി രൂപ മുതൽ 2,500 കോടി രൂപ മൂല്യം വരുന്ന പുതിയൊരു ഓർഡർ ലഭിച്ചു. ഹിറ്റാച്ചി എനർജി ഇന്ത്യ വർദ്ധിച്ചു വരുന്ന ആവശ്യകത നിറവേറ്റുന്നതിനായിട്ട് ഇന്ത്യയിലെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 2,000 കോടി രൂപയിലധികം മൂലധന ചെലവ് കമ്പനി പ്രഖ്യാപിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 8,000 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.